Hi students, welcome to today's chemistry class, Environmental Chemistry, Part 1. This is our first year chemistry, last chapter, Environmental Chemistry. എന്താണ് environment chemistry? Environment chemistry is a branch of science which deals with the chemical phenomena occurring in the environment. എൻവയോൺമെന്റ് കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. അവിടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദ കെമിക്കൽ ഫിനോമിന ഒക്കറിങ് ഇൻ ദ എൻവയോൺമെന്റ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രിക്കകത്ത് നമ്മൾ കാണുന്നത്. ദ ടേം എൻവയോൺമെന്റ് ലിറ്ററലി മീൻസ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്, എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസരം, ചുറ്റുപാട്. The term environment, the meaning and surrounding. It comprises the following four major components. നാല് ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അതായത് ജലമണ്ഡലം, അതുപോലെ ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. എൻവയോൺമെന്റിനെ നമ്മൾ നാല് ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്: അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം, ഈ ടേംസിന്റെ ഒക്കെ അർത്ഥം. ഈ അറ്റ്മോസ്ഫിയർ അത് ലേയേഴ്സ് ആയിട്ടാണ് അറ്റ്മോസ്ഫിയറിനെ തിരിച്ചിരിക്കുക. നമ്മുടെ മുകളിലുള്ള ആകാശം അല്ലെ നമ്മൾ കാണുന്നു, അതിനെ പലതരത്തിലുള്ള ആ അന്തരീക്ഷത്തെ പല ലേയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. അതിന് തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ. അതിന് മുകളിലുള്ള മണ്ഡലമാണ് മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇങ്ങനെ ലേയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ നമ്മൾ കാണുകയാണ്. ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. We live at the bottom of an invisible ocean called the atmosphere. നമ്മുടെ അന്തരീക്ഷം, a layer of gases surrounding our planet. Nitrogen and oxygen account for 99% of the gases in dry air, with the argon, carbon dioxide, helium, neon and other gases making up minute proportion. Water vapor and dust are also part of Earth's atmosphere. നമുക്ക് എത്രയാണ് അതിൻ്റെ റേഷ്യോ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം വളരെയധികം എലമെന്റ്സും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. അന്നേരം വി ലീവ് അറ്റ് ദ ബോട്ടം ഓഫ് ആൻ ഇൻവിസിബിൾ ഓഷ്യൻ കോൾഡ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിനകത്ത് നമുക്കറിയാം, ഇവിടെ ഈ എൻവയോൺമെന്റിൽ നമുക്ക് അടുത്ത ഇതാണ് ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജലമണ്ഡലം is the total amount of water on a planet. The hydrosphere includes water that is on the surface of the planet, underground and in the air. ടോട്ടൽ ആയിട്ടുള്ള ആ ജലമണ്ഡലമാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. A plant's hydrosphere can be liquid. പ്ലാന്റിന്റെ hydrosphere can be liquid, vapor or ice. On Earth, liquid water exists on the surface in the form of ocean, lakes and rivers. നമ്മുടെ ഭൂമിയിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ വെള്ളം ലിക്വിഡായിട്ട് വാട്ടർ എക്സിസ്റ്റ് ഓൺ ദ സർഫസ് ഇൻ ദ ഫോം ഓഫ് ഓഷ്യൻ, ലേക്സ് ആൻഡ് റിവേഴ്സ്. അതുകൊണ്ടാണ് പുരാതന കാലം തൊട്ടേ ജലമുള്ളിടത്താണ് നമ്മുടെ മനുഷ്യ ജീവിതവും തുടങ്ങുന്നത്. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ജലം എന്ന് പറയുന്നത്. ഈ ജലം, അതാണ് ഹൈഡ്രോസ്ഫിയർ. അടുത്താണ് ലിത്തോസ്ഫിയർ. എന്ന് പറഞ്ഞാൽ ലിത്തോസ്ഫിയർ ഇസ് ദ സോളിഡ് ഔട്ടർ പാർട്ട് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ നേരെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്നതാണ് ലിത്തോസ്ഫിയർ, അതായത് നമ്മുടെ മണ്ണ് അല്ലേ. ആ ലിത്തോസ്ഫിയർ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മണ്ണിനെ നമ്മുടെ ഭൂമിയുടെ തൊലിയായിട്ട് പറയാം, സ്കിന്നായിട്ട് പറയാൻ സാധിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് നമ്മുടെ സ്കിന്നിന്റെ ഉപയോഗം നമുക്കറിയാം. അതുപോലെ ഒരു ഔട്ടർ സർഫസ് ആയിട്ട് ഇവിടെ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ
outer part of the earth, the lithosphere includes the brittle upper portion of the mantle and the crust. The outermost layer of earth structure. Outermost layer of earth structure ആണ് lithosphere. It is bounded by the atmosphere above and asthenosphere, another part of upper mantle ആണ് below. Lithosphere is defined as the rock and crust surface that covers the earth. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. കാണാതെ ഒന്നും പഠിക്കേണ്ട, വാട്ട് ഈസ് ലിത്തോസ്ഫിയർ, വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ എന്നൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബയോസ്ഫിയർ. Biosphere is one of the four layers that surrounded the earth along with the lithosphere. Lithosphere, rock, hydrosphere, water and atmosphere, air. ഇവിടെ റോക്ക്, ഭൂമി, വാട്ടർ, എയർ. ഇതിന്റെ the biosphere is one of the four layers that surround the earth along with the lithosphere, hydrosphere and atmosphere, and it is the sum of all the ecosystem. എല്ലാത്തിൻ്റെയും കൂടെ ആകത്തുകയാണ് ബയോസ്ഫിയർ. The biosphere is unique. So far there has been no existence of life elsewhere in the universe. നമ്മുടെ യൂണിവേഴ്സിനകത്ത് നമുക്ക് ഭൂമിയിലുള്ള ബയോസ്ഫിയർ നമ്മളിവിടെ കാണുന്നത്. ഇതെല്ലാം കൂടെയുള്ള കോറിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇവിടെ ബയോസ്ഫിയർ, ജീവിതം, ലൈഫ് ഉള്ള സ്ഥലം. എൻവയൺമെന്റ് പൊല്യൂഷൻ ഇസ് ദ, ഇപ്പം നമ്മളിപ്പോൾ എൻവയൺമെന്റ് എന്താണെന്നുള്ള നമുക്കൊരു അവയർനെസ് ഉണ്ടായി. എൻവയൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മലിനീകരണം. എൻവയൺമെന്റിനെ മലിനീകരിക്കപ്പെടുന്ന പല വസ്തുക്കളുണ്ട്. ഇറ്റ് ഈസ് എൻവയൺമെന്റ് പൊല്യൂഷൻ ഇസ് ദ എഫക്ട് ഓഫ് അൺഡിസൈറബിൾ ചേഞ്ചസ് in our surrounding that have harmful effect on the plants, animals and human beings. നമുക്കറിയാം ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് മരങ്ങളും ജന്തുക്കളും മനുഷ്യരും എല്ലാം കൂടെ കൂടിച്ചേർന്നാണ്. അതിനെല്ലാം ദോഷകരമായി ബാധിക്കുന്നു ഈ മലിനീകരണം. A substance which causes pollution is known as pollutant. Pollutants can be solid, liquid or gaseous substance present in the greater concentration than in natural abundance and are produced due to human activities or due to natural happening. നമുക്ക് ഇവിടെ ഈ പൊല്യൂട്ടൻസ്, മലിനീകരണത്തിന് കാരണമാകുന്ന വസ്തുക്കൾ നമ്മുടെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതും ആയിട്ടുള്ളതാണ്. അല്ലാതെ പ്രകൃതിയിൽ ഉള്ളതായിരുന്നില്ല, പണ്ട് തൊട്ടേ ഉള്ളതല്ല. അത് ഉണ്ടായത്, പൊല്യൂട്ടൻസ് ഉണ്ടായത് മനുഷ്യപ്രവർത്തികൾ മൂലമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് അന്നേരം ആദ്യത്തെ എൻവയൺമെന്റിലെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ നോക്കാം. അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തെ പല തട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്, അല്ലേ, ലേയേഴ്സ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് എയറിനെ. ഇവിടെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ പല കാരണങ്ങൾ ഇവിടെ കാരണമാകുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് അന്തരീക്ഷം മലിനീകരണമാകുന്നത്. അന്നേരം അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇവിടുത്തെ ഏറ്റവും താഴത്തെ ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 10 കിലോമീറ്റർ ഫ്രം സീ ലെവൽ. സീ ലെവലിൽ നിന്ന് 10 കിലോമീറ്റർ മുകളിലേക്ക് പരന്ന് കിടക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 10 കിലോമീറ്റർ ഫ്രം സീ ലെവൽ. നമ്മുടെ നേരെ തൊട്ട് മുകളിലുള്ളതാണ് ട്രോപ്പോസ്ഫിയർ. The atmosphere that surrounds the earth is not of the same thickness of all height. There are concentric layers of air or region and each layer has different density. The lowest region of atmosphere in which the human beings along with other organisms live is called a troposphere. The lowest region of atmosphere, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. The lowest region of atmosphere in which human beings along with other organisms live is called a troposphere. Troposphere സീ ലെവലിൽ നിന്ന് 10 കിലോമീറ്റർ മുകളിലേക്ക് പരന്നു കിടക്കുന്നു. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ദ ഹൈറ്റ് ഓഫ് 10 കിലോമീറ്റർ ഫ്രം സീ ലെവൽ. നമുക്കിവിടെ കാണാൻ പറ്റും സീ ലെവലിൽ നിന്ന് 10 കിലോമീറ്റർ ട്രോപ്പോസ്ഫിയർ. അതിൻ്റെ തൊട്ട് മുകളിലുള്ളതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഇവിടെ നമുക്കിവിടെ പറയാം ബിറ്റ്വീൻ 10 and 50 കിലോമീറ്റർ എബവ് സീ ലെവൽ ലൈസ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിൽ നമുക്കിവിടെ കാണുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. ആ മണ്ഡലം എങ്ങനെയാണ്? ബിറ്റ്വീൻ 10 and 50 കിലോമീറ്റർ എബവ് സീ ലെവൽ സ്ട്രാറ്റോസ്ഫിയർ. Troposphere is turbulent, dusty zone containing air.
മച്ച് വാട്ടർ വേപ്പർ ആൻഡ് ക്ലൗഡ്സ് ട്രോപ്പോസ്ഫിയറിനകത്തുണ്ട്. ട്രോപ്പോസ്ഫിയറിനകത്ത് പലതരത്തിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിളും അങ്ങനെയുള്ളതുണ്ട്. ദിസ് ഈസ് എ റീജിയൻ ഓഫ് സ്ട്രോങ് എയർ മൂവ്മെന്റ് ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ. ഇവിടെയാണ് നമുക്ക് റീജിയൻ ഓഫ് സ്ട്രോങ് എയർ മൂവ്മെന്റ് ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ, കാറ്റടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ നടക്കുന്നു. ദ സ്ട്രാറ്റോസ്ഫിയർ ഓൺ ദ അതർ ഹാൻഡ് കണ്ടെയ്ൻ ഡൈനൈട്രജൻ, ഡൈഓക്സിജൻ, ഓസോൺ ആൻഡ് ലിറ്റിൽ വാട്ടർ വേപ്പർ. സ്ട്രാറ്റോസ്ഫിയറിനെ നമുക്ക് കാണാൻ സാധിക്കും, ഓസോൺ ലെയറിനെ കാണാൻ സാധിക്കും. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളെ, ഹാനികരമായ കിരണങ്ങളെയൊക്കെ നമ്മൾ ഒരു കുട പോലെ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയെ സംരക്ഷിക്കുന്ന ലെയറാണ് നമുക്ക് ഓസോൺ ലെയർ. ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിനകത്ത് സ്ഥിതി ചെയ്യുന്നു. Atmospheric pollution is generally studied as tropospheric and stratospheric pollution. പല ലെയേഴ്സ് ഉണ്ട്. അതിൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ട്രോപ്പോസ്ഫിയറിക്കിനകത്തെയും സ്ട്രാറ്റോസ്ഫിയറിക് ലെയറിനകത്തെയും നടക്കുന്ന പൊല്യൂഷനെ പറ്റിയാണ്. Presence of ozone in the stratosphere prevents about 99.5% of the sun's harmful ultraviolet radiation. Ultraviolet radiation, സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാവയലറ്റ് റേഡിയേഷനെ നമുക്ക് ഓസോൺ പാളി വെച്ച് നമുക്ക് തടയുന്നു. The presence of ozone in the stratosphere prevents about 99.5% of the sun's harmful ultraviolet radiation from reaching the earth's surface and thereby protecting humans and other animals from its effect. മനുഷ്യ ശരീരത്തിൽ അൾട്രാവയലറ്റ് റേസ് ഏറ്റാൽ അത് ഹാനികരമാണ്. അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ഓസോൺ ലെയേഴ്സ് ആണ്. Tropospheric pollution occurs due to the presence of undesirable solid or gaseous particles in the air. നമുക്കറിയാം നമ്മുടെ സീ ലെവലിൽ 10 കിലോമീറ്റർ ഉള്ളൂ ട്രോപ്പോസ്ഫിയർ. ആ ട്രോപ്പോസ്ഫിയറിക്ക് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകാൻ കാരണം പലതരത്തിലുള്ള സോളിഡും ഗേഷ്യസ് പാർട്ടിക്കിളും അന്തരീക്ഷത്തിൽ പരക്കുന്നതുകൊണ്ടാണ്. അവിടുത്തെ പലതരത്തിലുള്ള മലിനീകരണത്തിന് കാരണമാകുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസ്, ഗേഷ്യസ് വാതകാവസ്ഥയിലുള്ള ദീസ് ആർ ഓക്സൈഡ്സ് ഓഫ് സൾഫർ, നൈട്രജൻ ആൻഡ് കാർബൺ. ഹൈഡ്രജൻ സൾഫൈഡ്, ഹൈഡ്രോ കാർബൺ, ഓസോൺ ആൻഡ് അതർ ഓക്സിഡൻസ്, ഇതെല്ലാം ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ particulate pollutants എന്ന് പറഞ്ഞാൽ അതിനകത്ത് സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ദീസ് ആർ ഡസ്റ്റ്, മിസ്റ്റ്, ഫ്യൂംസ്, സ്മോഗ്, അതെല്ലാം particulate പൊല്യൂട്ടൻസ് ആണ്. രണ്ട് ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയാണ്, ഗേഷ്യസ് എയർ പൊല്യൂട്ടൻറ്റും particulate പൊല്യൂട്ടൻസും. ഇതെല്ലാം അന്തരീക്ഷത്തിൽ പരക്കുന്നതുകൊണ്ട് ട്രോപ്പോസ്ഫിയറിന് മലിനീകരണം വരുന്നു. ഇനി നമുക്ക് രണ്ടായിട്ട് തിരിച്ചിരുന്ന ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസ്, ഗേഷ്യസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് കുറച്ച് എക്സാമ്പിള്. ഓക്സൈഡ്സ് ഓഫ് സൾഫർ, സൾഫറിന്റെ ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആർ പ്രൊഡ്യൂസ്ഡ് വെൻ സൾഫർ കണ്ടെയ്നിങ് ഫോസിൽ ഫ്യൂൽ ഇസ് ബേൺഡ്. ഏത് വസ്തുവും ഓക്സിജൻ കത്തുമ്പോൾ അത് എന്തായി മാറുന്നു? അതിന്റെ ഓക്സൈഡായി മാറുന്നു. ദ മോസ്റ്റ് കോമൺ സ്പീഷ്യസ് സൾഫർ ഡയോക്സൈഡ് ഇസ് എ ഗ്യാസ്. സൾഫറിന്റെ ഒരു ഓക്സൈഡാണ് സൾഫർ ഡയോക്സൈഡ്. അതൊരു ഗ്യാസ് ആണ്. ദാറ്റ് ഈസ് പോയിസണസ് ടു ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സൾഫർ ഡയോക്സൈഡ് അധികമായാൽ അത് ആനിമൽസിനും പ്ലാന്റ്സിനും ഹാനികരമാകുന്നു. ഇറ്റ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ദാറ്റ് when a low concentration of sulfur dioxide causes respiratory diseases, ആസ്മ അങ്ങനെയുള്ള ഇതൊക്കെ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. However, the presence of particulate matter in polluted air catalyzes the oxidation of sulfur dioxide to sulfur trioxide. നമ്മളിവിടെ ആദ്യത്തെ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് വളരെയധികം ഹാനികരമാണ്. അതുപോലെ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകുന്നു. സൾഫർ ഡയോക്സൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ SO3+O2 ഉണ്ടാകുന്നു. സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് മാറുന്നു. സൾഫർ ഡയോക്സൈഡ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് മാറുമ്പോൾ അത് സൾഫ്യൂരിക് ആസിഡായി മാറുന്നു. അടുത്താണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. സൾഫർ ഡയോക്സൈഡ്, സൾഫറിന്റെ ഓക്സൈഡ് വളരെ ഹാനികരമാണ് മനുഷ്യർക്ക്. അതുപോലെ തന്നെയാണ് നൈട്രജന്റെ ഓക്സൈഡ് എന്താണെന്ന് നോക്കാം. നൈട്രജന്റെ ഓക്സൈഡ് ഡൈനൈട്രജൻ ആൻഡ് ഡൈഓക്സിജൻ ആർ ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയർ. അന്തരീക്ഷത്തിൽ കാണുന്നതാണ് ഡൈനൈട്രജൻ, ഡൈഓക്സിജനും. ദീസ് ഗ്യാസസ് ഡോണ്ട് റിയാക്ട് വിത്ത് ഈച്ച് അതർ അറ്റ് എ നോർമൽ ടെമ്പറേച്ചർ. ഡൈനൈട്രജൻ ഡയോക്സൈനും സാധാരണ രീതിയിൽ എയറിലുണ്ട്. അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അധികമായിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെൻ ലൈറ്റനിങ് സ്ട്രൈക്സ്, നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. ഇടിമിന്നലിന്റെ സമയത്ത് ഇവിടെ ഡയോക്സിജനും ഡൈനൈട്രജനും കൂടെ അവിടെ റിയാക്ട് ചെയ്യുന്നു. അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് വെൻ ലൈറ്റനിങ് സ്ട്രൈക്സ് ദേ കമ്പൈൻ ടു ഫോം ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജനും ഡൈനൈട്രജൻ ഡയോക്സൈനും കൂടെ കൂടി ചേർന്ന് NO2 ഉണ്ടാകുന്നു. NO2 is oxidized to nitrate ion. When fossil fuel is burned,
Dinitrogen and dioxide combine to yield significant quantities of nitric oxide and nitrogen dioxide. നമുക്ക് ഇവിടെ പറയാം, at a high altitude when lightning strikes, dinitrogen and dioxide combine to form oxides of nitrogen. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നമുക്കിവിടെ ലൈറ്റനിങ് ഒക്കെ നടക്കുമ്പോൾ, ഇൻഡിമിനലൊക്കെ നടക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നമ്മുടെ പലതരത്തിലുള്ള റിയാക്ഷൻസ് ആണ് നടക്കുന്ന എയറിൽ. N2+O2 gives 2NO. അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്, 1483 കെൽവിൻ ആണ്. NO+O2 gives NO2. NO+O3 gives, അതായത് ഓസോണുമായിട്ട് NO ചെയ്ത് ഓസോണിന് ഡിപ്ലക്ഷൻ ഉണ്ടാകുന്നു, NO2+O2 ആയി മാറുന്നു. എന്നിട്ട് ഇതൊക്കെയാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഹൈഡ്രോകാർബൺസ് are composed of hydrogen and carbon only and are formed by incomplete combustion of fuel. Incomplete combustion എവിടുന്നാണ് used in automobiles. Hydrocarbons are carcinogenic, ക്യാൻസറിന് കാരണമാകുന്നു, അതായത് they cause cancer. They harm plant by causing aging, breakdown of tissues and shedding of leaves, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഹൈഡ്രോകാർബൺസിന്റെ കമ്പഷൻ മൂലം അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺസ് അന്തരീക്ഷത്തിൽ പരക്കുന്ന മൂലം ഉണ്ടാകുന്നു. ഹൈഡ്രോകാർബൺസ് ആർ കോമ്പൗണ്ട് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ, ആൽക്കൈൻസ് നമുക്കെല്ലാം അറിയാലേ. ആൻഡ് ആർ ഫോംഡ് ബൈ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്. ഇതിനൊപ്പം നമുക്ക് വാഹനങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണ്, അതനുസരിച്ച് ഹൈഡ്രോകാർബണിന്റെ അളവും കൂടുന്നു. അതുപോലെ അടുത്ത പൊല്യൂട്ടന്റ് ആണ് ഓക്സൈഡ്സ് ഓഫ് കാർബൺ. Carbon monoxide is one of the most serious air pollutant. നമ്മുടെ എയറിനെ മലിനീകരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡ്. ഇറ്റ് ഈസ് എ കളർലെസ് ആൻഡ് ഓഡർലെസ് ഗ്യാസ്, ഹൈലി പോയിസണസ് ടു ലിവിംഗ് ബീയിങ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു ബ്ലോക്ക് ദ ഡെലിവറി ഓഫ് ഓക്സിജൻ ടു ദ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ്. അതായത് ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ, ധാരാളമായിട്ട് ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഈ കാർബൺ മോണോക്സൈഡിനെ കയറി അങ്ങ് പിടിക്കും. കാർബൺ മോണോക്സൈഡിനെ പിടിച്ചാൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുക. അത് വളരെ സ്റ്റേബിൾ ആണ്. അതായത് ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനും കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും 3 പേരും കൂടെ ശ്വസനം വന്നാൽ പെട്ടെന്ന് സ്വീകരിക്കുന്ന കാർബൺ മോണോക്സൈഡിനാണ്, കാരണം ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയി മാറുന്നു. അപ്പോൾ അത് പിന്നെ ഓക്സിജനെ ഹീമോഗ്ലോബിൻ സ്വീകരിക്കത്തില്ല. ഓക്സിജനെ ഹീമോഗ്ലോബിൻ സ്വീകരിക്കാതെ വരുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്ക് ശ്വാസമുട്ടലും അത് അവസാനം മരണത്തിന് വരെ കാരണമാകുന്നു. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് വളരെ പോയിസൺ ആണ്, നമുക്ക് മനുഷ്യർക്ക് വളരെയധികം ഹാനികരമായിട്ടുള്ള ഒരു കാര്യമാണ് കാർബൺ മോണോക്സൈഡ്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിന്റെ അളവൊക്കെ കൂടിയാൽ മനുഷ്യർക്ക് ശ്വാസമുട്ടലും സഫോക്കേഷനൊക്കെ സംഭവിക്കുന്നു. Carbon monoxide is mainly released by automobiles. It binds to hemoglobin to form carbon hemoglobin, which is about 300 times more stable than the oxygen hemoglobin complex. നമുക്ക് സിറ്റീസിൽ പട്ടണങ്ങളിലൊക്കെ കൂടുതൽ അന്തരീക്ഷ മലിനീകരണം നടക്കുമ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് അലർജിറ്റിക് പ്രോബ്ലം അല്ലെങ്കിൽ ഇങ്ങനത്തെ ശ്വാസമുട്ടലോ അങ്ങനെ ആസ്മ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ കാർബൺ മോണോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തലവേദന കൂടുന്നു, അതുപോലെ വീക്ക് ഐസൈറ്റ്, നെർവസ്നെസ് ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ശുദ്ധമായ വായു ശ്വസിക്കണമെങ്കിൽ നല്ല സ്ഥലങ്ങളിൽ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയാൽ, അല്ലെങ്കിൽ നല്ല മലനിരകളൊക്കെ കാടുകളും ഒക്കെ ഉള്ളിടത്ത് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യവും വളരെ നന്നായിട്ടിരിക്കും. ഇനി അടുത്താണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ ബൈ റെസ്പിറേഷൻ, ബേണിംഗ് ഓഫ് ഫ്യൂവൽ ഫോർ എനർജി ആൻഡ് ബൈ ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ. കാൽസ്യം കാർബണേറ്റിനെയൊക്കെ നമുക്ക് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് ഈ കാൽസ്യം കാർബണേറ്റ് ലൈംസ്റ്റോൺ ഉപയോഗിക്കുന്നത് സിമെന്റിന്റെ മാനുഫാക്ചറിങ് ഇതിലാണ്. നമുക്കറിയാം ഇന്നത്തെ വ്യാവസായിക ലോകത്ത് സിമെന്റിന്റെ ഉൽപ്പാദനമൊക്കെ വളരെ കൂടുതലാണ്. എന്നിട്ട് ഇപ്പം കാർബൺ ഡയോക്സൈഡിന്റെ അളവും കൂടുന്നു. Green plants need carbon dioxide for photosynthesis and they in form emit oxygen. നമുക്കറിയാം നമ്മളൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. നമ്മുടെ ശ്വസനത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സിന് കിട്ടുന്നു. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ആ കാർബൺ ഡയോക്സൈഡിനെ അത് ഓക്സിജനായിട്ട് നമുക്ക് തിരിച്ചു തരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചെടികളൊക്കെ വെട്ടിക്കളയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിക്കണം, നമുക്ക് ഓക്സിജൻ തരുന്നത് ആരാണ്? നമ്മുടെ പ്ലാന്റ്സ്. നമ്മൾ വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ അത് യൂസ് ചെയ്യുന്നു. ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാതെ അന്തരീക്ഷത്തിൽ സഹായിക്കുന്നു.
The increase in amount of carbon dioxide in the air is mainly responsible for global warming. Global അന്തരീക്ഷ ചൂട് കൂടുന്നതിന് കാരണമാകുന്നു ഈ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത്. കാർബൺ ഡയോക്സൈഡ് അളവ് കൂടിയാൽ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു. അതാണ് ഗ്ലോബൽ വാർമിങ്. നമുക്ക് അടുത്തൊരു കൺസെപ്റ്റാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൺ അല്ലേ, സൂര്യനിൽ നിന്ന് സൺലൈറ്റ് that heats the earth is reflected, some becomes heat. അതുപോലെ കാർബൺ ഡയോക്സൈഡ് ആൻഡ് അതർ ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ട്രാപ്പ് ഹീറ്റ് കീപ്പിംഗ് ദ എർത്ത്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഈ പ്രകാശരശ്മികൾ നമ്മൾ ഇവിടെ നിന്ന് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആ റിഫ്ലക്റ്റ് ചെയ്ത് അത് സ്പേസിലേക്ക് പോകണം. എന്നാൽ അത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡും അതർ ഗ്യാസസും അതിനെ ചാടി കയറി പിടിച്ചിട്ട്, ആ റേഡിയേഷനെ കയറി പിടിച്ചിട്ട് പുറത്തേക്ക് വിടാതെ ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്യുക, നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എർത്ത് കൂടുതൽ ചൂടായി വരുന്നത്. ഈ ഇങ്ങനത്തെയുള്ള ഗ്യാസിനെ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ ചൂട് കൂടുന്ന അവസ്ഥ അതിന് പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. പോകേണ്ട റേഡിയേഷൻ പോകേണ്ട സ്ഥലത്തോട്ട് പോകാതെ അതിനെ നമ്മുടെ ആര് പിടിച്ചെടുക്കുന്നു? അതിനെ കാർബൺ ഡയോക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസും കൂടെ പിടിച്ചെടുത്ത് നമ്മുടെ ഭൂമിയിൽ തന്നെ അതിനെ നിലനിർത്തുന്നു. അന്നേരം ഹീറ്റ് കൂടും. അന്നേരം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹീറ്റിനെ പുറത്തോട്ട് പോകാതെ സൂര്യനിൽ നിന്ന് വരുന്ന ഇത് നമ്മൾ പോയിട്ട് ഇത് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോവുക സ്പേസിലേക്ക്. അത് പോകാതെ എന്താ ചെയ്യുന്നത്? അതിനിവിടെ പിടിച്ച് നിർത്തുവാണ് കാർബൺ ഡയോക്സൈഡും അതർ ഗ്രീൻ ഹൗസ് ഗ്യാസസും ചെയ്യുന്നത്. തന്മൂലം എർത്തിലെ താപനില കൂടുന്നു. അതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. A greenhouse gas is a gas that absorb and emit radiant energy within the thermal infrared range. Greenhouse gases causes the greenhouse effect on planets. The primary greenhouse gases in Earth atmosphere are water vapor, carbon dioxide and methane. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ കാര്യം പ്രശ്നത്തിലാവും. കാരണം ഭൂമിയെ കൂടുതൽ ചൂടാക്കുന്ന അതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടണം. ബോർഡ് എക്സാമിൽ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. മൂന്നോ നാലോ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എക്സാമ്പിൾ പറയാം. നമ്മൾ പഠിക്കുവാണ് മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഓസോൺ, അതുപോലെ തന്നെ ക്ലോറോഫ്ലൂറോ കാർബൺ CFC, ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. ഇതെല്ലാം ഗ്രീൻ ഹൗസ് ഗ്യാസസിന് എക്സാമ്പിളാണ്. നമുക്കൊന്നും കൂടെ നോക്കാം. മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഓസോണ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺ. A greenhouse gas is a gas that absorb and emit radiant energy within the thermal infrared range. Greenhouse gases cause the greenhouse effect on planets. Okay. ഇനി ഇവിടെ നമുക്ക് അറിയാം സ്ട്രാറ്റോസ്ഫിയറിൽ ആരാണ് നിലനിൽക്കുന്നത്? ഓസോണിലുണ്ട്. ആ ഓസോൺ ലെയർ ഡിപ്രഷൻ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സൂര്യനിൽ നിന്ന് വരുന്ന ഹാനികരമായ അൾട്രാവയലറ്റ് റേസിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ ഹോൾ വന്നാൽ ആ ഹോളിലൂടെ സുഷിരം വരിക ഓസോൺ ലെയർ സുഷിരം വരുമ്പോൾ നേരെ വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത് ഹാനികരമാകുന്നു. ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ. ഓസോൺ ഡിപ്ലറ്റിംഗ് സബ്സ്റ്റൻസ് ആർ ഹാലജൻ ഗ്യാസസ് ആണ്. മെയിനായിട്ട് ഹാലജൻ ഗ്യാസസ് ആണ്. കണ്ടെയ്നിങ് ക്ലോറിൻ ആൻഡ് ഓർ ബ്രോമിൻ വിച്ച് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ബ്രേക്ക് ഡൗൺ ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. There are a significant number of including chlorofluorocarbons, hydrofluorocarbons, methyl chloride and bromide and halogens. The ozone depleting substance എന്ന് പറഞ്ഞാൽ ഹാലജൻ ഗ്യാസസ് ആണ്. ഹാലജൻ ഗ്യാസസ് അടങ്ങിയ ഗ്യാസുകൾ ഓസോൺ ലെയറിന് ഡിപ്രഷൻ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നു. ഇനി വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് ദ റേറ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്? ഇത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമുക്ക് വരും തലമുറയ്ക്ക് പകർന്നും കൊടുക്കണം. കാരണം ചൂട് കൂടി വന്നാൽ നമുക്ക് മനുഷ്യന് ഇവിടെ നിലനിൽക്കാൻ സാധിക്കത്തില്ല അല്ലേ? അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. അതിനകത്ത് എക്സാമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ മരങ്ങൾ ധാരാളം വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കാരണം എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബയോമാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ടാക്കുന്നു? ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഓക്സൈഡ്സ്, നൈട്രജൻ ഓക്സൈഡും അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ പഴയ ജൈവവളങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇടുക. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഉപയോഗിക്കാതെ
അങ്ങനെയുള്ള പഴമത്തത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നമ്മുടെ റേറ്റ് ഓഫ് ഗ്ലോബൽ വാർമിങ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. In burning of fossil fuel, cutting down forests and trees add to greenhouse gases in the atmosphere. അതായത് ഇവിടെ നമുക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അങ്ങനെ പല CFC, അങ്ങനെ പല തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടാൻ കാരണം ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, കാടിനെ വെട്ടി നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരങ്ങളെ നമുക്കറിയാം പലതരത്തിലുള്ള വീടുകൾ വെക്കാൻ വേണ്ടി ധാരാളം മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ചാണ് നമ്മൾ ഈ സിറ്റികളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള പ്രവർത്തികൾ മൂലം ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടുന്നു. വി മസ്റ്റ് ഫൈൻഡ് വേസ് ടു യൂസ് ദീസ് ജസ്റ്റ് എഫിഷ്യൻലി ആൻഡ് ജുഡീഷ്യലി. One of the simple things which we can do to reduce global warming is to minimize the use of automobiles. ഓട്ടോമൊബൈൽസ് ഉപയോഗം വളരെ കുറയ്ക്കണം. കാരണം അതിൽ നിന്നും പുറപ്പെടുന്ന പുകയിൽ എന്തുണ്ട്? ധാരാളമായിട്ടുള്ള നമ്മുടെ ഈ പൊല്യൂട്ടൻസ് അടങ്ങിയിരിക്കുന്നു. നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഒക്കെ ഓക്സൈഡ് ഉണ്ട്, കാർബൺ ഡയോക്സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്കാൻ വേണ്ടി നമ്മൾ കാർ പൂളിങ്, അതായത് ഒരു 3-4 പേര് ഒരുമിച്ച് കൂടി ഒരു വണ്ടിയിൽ പോവുക, അതുപോലെ തന്നെ നല്ല സൈക്കിൾ ഉപയോഗിക്കുക, അതൊക്കെ നമുക്ക് ഈ ഓട്ടോമൊബൈൽസിൻ്റെ നമ്മുടെ ഈ പുകകളും എല്ലാം മാറ്റാൻ, ഇന്ധനം കത്തുന്നത് കുറയ്ക്കാൻ സാധിക്കുന്നു. Depending upon the situation, one can use bicycle, public transport system or go for carpool. We should plant more trees to increase the green cover. നമ്മളെ ഫ്ലാറ്റിലാണെങ്കിലും നമുക്ക് അവിടെയൊക്കെ കൊച്ചു കൊച്ചു മരങ്ങളും അല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. We should plant more trees to increase the green cover. Avoid burning of dry leaves, wood, etc. It is illegal to smoke in public places and work places because it is harmful not only for the one who is smoking but also for others. നമ്മൾ പബ്ലിക്കായിട്ട് പുകവലിയൊക്കെ നിരോധിച്ചിട്ടുണ്ട് അല്ലേ? അതിന് കാരണം എന്താണ്? അത് വലിക്കുന്ന ആളുടെ ശ്വാസകോശം പോവുകയും ചെയ്യും, ചുറ്റുപാട് നിൽക്കുന്ന പാവങ്ങളുടെ പോകും, അവർക്കും ദോഷം വരുത്തും. അതുകൊണ്ടാണ് അതൊക്കെ നിരോധിച്ചിരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് ഹാർംഫുൾ നോട്ട് ഓൺലി ഫോർ ദ വൺ ഹു ഈസ് സ്മോക്കിംഗ് ബട്ട് ഓൾസോ ഫോർ അതേഴ്സ്. And therefore we should avoid it. Many people do not understand the greenhouse effect and the global warming. We can help them by sharing the information that we have. നിങ്ങൾ കെമിസ്ട്രി സ്റ്റുഡൻസ് എൻവയോൺമെന്റൽ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മരങ്ങൾ നടുന്ന കാര്യങ്ങളൊക്കെ ആ ദിവസമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതിന് കാരണവും നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇളയ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് നമ്മുടെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം പ്രോത്സാഹിപ്പിക്കുക. കാരണം നമുക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ കാർബൺ ഡയോക്സൈഡ് മരത്തിന് കൊടുത്തു, മരം നമുക്ക് എന്ത് തരുന്നു? ഓക്സിജൻ. നമ്മളെ സംബന്ധിച്ച് ഓക്സിജൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറയുന്നു. കാരണം എന്താ? പെട്ടെന്ന് തന്നെ മരങ്ങൾ അതിനെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തത് കാർബൺ ഫോട്ടോസിന്തസിസ് നടത്തുന്നു അല്ലേ? അതിന് നമുക്ക് ഓക്സിജൻ നമുക്കിവിടെ കിട്ടുന്നു. ഗ്ലോബൽ വാർമിങ്ങിന് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണെന്ന് പറഞ്ഞു. അടിക്കടി ചൂട് കൂടിയിരിക്കുക. About 75% of solar energy reaching the earth is absorbed by the earth's surface, which increases its temperature. The rest of the heat radiates back to the atmosphere. പണ്ടത്തെ നമ്മുടെ സൂര്യൻ്റെ നിന്ന് വരുന്ന ഹീറ്റിന്റെ റേഡിയേഷൻസ് അത് ബാക്ക് ടു ദ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എന്നാൽ സം ഓഫ് ദ ഹീറ്റ് ഈസ് ട്രാപ്ഡ് ബൈ ഗ്യാസസ് സച്ച് ആസ് കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ഓസോൺ, ക്ലോറോ കാർബൺ കോമ്പൗണ്ട്സ്. ഇതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. പ്രത്യേക ശ്രദ്ധിക്ക്, എക്സാമ്പിൾ പഠിച്ചിരിക്കണം കേട്ടോ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എക്സാമ്പിൾ. And water vapor in the atmosphere, thus they add to the heating of atmosphere. This causes global warming. ഇതെല്ലാം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എല്ലാം ടെമ്പറേച്ചറിനെ തിരിച്ചു പോകാൻ അനുവദിക്കാതെ, ഈ റേഡിയേഷനെ തിരിച്ചു പോകാൻ അനുവദിക്കാതെ ഇവിടെ തന്നെ പിടിച്ചങ്ങ് നിർത്തും. അന്നേരം എന്താ സംഭവിക്കുന്നത്? അവിടെ വാർമിംഗ് ഉണ്ടാകുന്നു, ചൂട് കൂടി ഇരിക്കുന്നു. Global warming is the long-term heating of Earth's climate system observed since the pre-industrial period between 1850 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് കൂടുതലായിട്ട് പരിശോധന നടത്തിയത്. അന്നേരമാണ് ഇത് സംഭവം തുടങ്ങുന്നത്. Due to human activities, primarily fossil fuel burning, which increases heat trapping greenhouse gases level in Earth's atmosphere. Okay, ഇതാണ് ഗ്ലോബൽ വാർമിങ്.
ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്രീൻ ഹൗസ് ഗ്യാസസും ഒക്കെ എന്താണ് നമുക്ക് മനസ്സിലായി അല്ലേ. നമ്മുടെ അന്തരീക്ഷത്തിലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി അടുത്താണ് ആസിഡ് റെയിൻ. ആസിഡ് റെയിൻ എന്തായിരിക്കും ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ? മഴ പെയ്യും, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും നല്ല മഴയുള്ള സ്ഥലമാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അല്ലേ. അവിടെ ആസിഡ് റെയിൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. When the pH of the rain water drops below 5.6, it is called acid rain. When the pH of the rain water, മഴവെള്ളത്തിന്റെ pH എന്ന് പറയുന്നത് below 5.6 ആണെങ്കിൽ ആ മഴയെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ. Acid rain or acid deposition is a broad term that includes any form of precipitation with acidic components such as sulfuric acid or nitric acid that fall to the ground from the atmosphere in wet or dry forms. This can include rain, snow, fog, hail or even dust that is acidic. ചില സമയത്ത് ആദ്യമൊക്കെ മഴ പെയ്യുന്ന ആദ്യത്തെ സമയത്തൊക്കെ ചിലപ്പം പെട്ടെന്നൊരു പൊള്ളുന്ന അവസ്ഥ വരും ഈ മഴവെള്ളം വീഴും. കാരണം എന്താണ്? അതിനകത്ത് pH എന്ന് പറയുന്നത് 5.6. ഓരോ ഏരിയയും അനുസരിച്ചാണ് ആസിഡ് റെയിൻ ഇരിക്കുന്നത്. കാരണം അവിടെ അസിഡിക് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതാണ് അന്തരീക്ഷത്തിൽ അസിഡിക് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ടെങ്കിൽ H2O കമ്പൈൻ ചെയ്ത് അത് ആസിഡായിട്ട് മഴവെള്ളത്തിലൂടെ നമ്മൾ വരുന്നു. അതാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. Acid rain is a byproduct of a variety of human activities that emit the oxide of sulfur and nitrogen in the atmosphere. As acid rain formation, നമ്മുടെ അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡും ഓക്സിജനും സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ഓക്സിജനും H2O കമ്പൈൻ ചെയ്ത് H2SO4 എന്നുള്ള ആസിഡ് റെയിൻ ഉണ്ടാകുന്നു. അതുപോലെ NO2 അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ടും H2O കമ്പൈൻ ചെയ്യുന്നു. അതായത് മഴ പെയ്യുമ്പോൾ വെള്ളം വരുന്നല്ലേ, ആ വെള്ളവുമായിട്ട് NO2 O2 കൂടെ കമ്പൈൻ ചെയ്ത് HNO3 നൈട്രിക് ആസിഡായി മാറുന്നു. അതായത് നമുക്കിവിടെ ആസിഡ് റെയിൻ ഈ വെള്ളത്തിനകത്ത് മഴ പെയ്യുമ്പോഴുള്ള വെള്ളത്തിനകത്ത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ കൂടി ചേർന്ന് കിട്ടുന്നു. അതിൻ്റെ pH എന്ന് പറയുന്നത് ബിലോ 5.6 ആണ്. അതുകൊണ്ടാണ് ആസിഡ് ഒരു പൊള്ളുന്ന അവസ്ഥ. അതാണ് ആസിഡ് റെയിൻ. ഇതൊരു ഭയാനകമായ അവസ്ഥയല്ല. ഇങ്ങനെ ആസിഡ് റെയിൻ ഒക്കെ വന്നാൽ നമ്മുടെ കൃഷിയിടങ്ങളും നമുക്കും ഒക്കെ ഹാനികരമാണ് ആസിഡ് റെയിൻ. Acid rain is harmful for agriculture, trees and plants as it dissolves and washes away nutrients needed for their growth. Acid rain harmful effect പലതരത്തിലുണ്ട്. Acid rain causes respiratory alignment in human beings and animals. When പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുന്നു. When acid rain falls on and flows as groundwater to reach rivers, lakes, etc., it affects plants and animal life in the aquatic ecosystem. അതായത് നമ്മുടെ ജലജീവികളൊക്കെ ചത്തുപൊങ്ങുന്നു. അതിനൊക്കെ കാരണം ഈ ആസിഡ് റെയിൻ ആണ്. ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ്, ജീവികളെ തന്നെയല്ല, അത് ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ്, വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പിനെയൊക്കെ തുരുമ്പിപ്പിക്കുന്നു. റിസൾട്ടിങ് ഇൻ ദ ലീച്ചിങ് ഓഫ് ഹെവി മെറ്റൽസ് സച്ച് ആസ് അയൺ, lead and copper into the drinking water. പലതരത്തിലുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലരുന്നു. ഇങ്ങനെ വാട്ടർ പൈപ്പിനെയൊക്കെ കൊറോഡ് ചെയ്യുന്നതുകൊണ്ട് ആസിഡ് റെയിൻ ഡാമേജസ് ബിൽഡിംഗ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ. ആസിഡ് റെയിനിന്റെ ഹാംഫുൾ എഫക്റ്റ് ബാധിക്കുന്നത് കാടിലൊക്കെ കാട്ടിലെ മരങ്ങളെയൊക്കെ ഇത് ബാധിക്കുന്നു. നമുക്കറിയാലോ, ആസിഡ് ആയിട്ടുള്ള വെള്ളം വീണ് കഴിഞ്ഞാൽ മരങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ജലജീവികൾ അക്വാട്ടിക്, പിന്നെ അതുപോലെ മെറ്റീരിയൽസിന് വിസിബിലിറ്റി, അതായത് നമുക്ക് കാണാം പലതരത്തിലുള്ള ഈ ആസിഡ് റെയിനിൻ്റെ ഹാംഫുൾ എഫക്റ്റ് നമുക്ക് കാണാൻ സറൗണ്ടിങ്ങിൽ സാധിക്കും. നമുക്കിവിടെ താജ്മഹൽ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു സ്മാരകമാണ് താജ്മഹൽ. ഈ താജ്മഹൽ ആദ്യ കാലങ്ങളിൽ ഇരുന്നാണ് ഈ താജ്മഹലിൻ്റെ കളറായിരുന്നു, നല്ല വൈറ്റ് കളറായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ കളർ മങ്ങി വരുന്നതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു മഞ്ഞ കളറായി മാറി. മഞ്ഞ കളർ, നല്ല വെള്ള ലൈംസ്റ്റോൺ, കാൽസ്യം കാർബണേറ്റ്, നല്ല കളർ, നല്ല വെള്ള കളറായിരുന്നു. ആ വെള്ള കളർ എന്തായി മാറി? അതിൻ്റെ കളർ മാറിയിട്ട് അത് കാൽസ്യം കാർബണേറ്റ് എന്നുള്ള അവസ്ഥ വെടിഞ്ഞത് കാൽസ്യം സൾഫേറ്റിലോട്ട് പോവുക. അതാണ് മഞ്ഞ കളർ പോലെ, അല്ലെങ്കിൽ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോയി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ആസിഡ് റെയിനുകൾ ഈ ഇതിലോട്ട് വീഴുമ്പോൾ ഈ നമ്മുടെ കാൽസ്യം കാർബണേറ്റ്, മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹൽ. ആ താജ്മഹൽ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽസ്യം സൾഫേറ്റും H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡുമായി മാറിയപ്പോൾ ഇതിൻ്റെ കളർ മാറി. ഇത് ആസിഡ് റെയിനിൻ്റെ ഒരു ദൂഷ്യഫലമാണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത്.
ഇവിടെ നമുക്ക് താജ്മഹലിനെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി. ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്, പലതരത്തിലുള്ള പ്ലാൻ ഉണ്ട്. പ്ലാൻ എയിം അറ്റ് ക്ലിയറിംഗ് ദ എയർ ഇൻ ദ താജ് ട്രപ്പേസിയം, ആൻ ഏരിയ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ ടൗൺസ് ഓഫ് ആഗ്ര, ഫിറോസാബാദ്. നമുക്കറിയാം താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഗ്ര അല്ലെ. ഇവിടെ ഫിറോസാബാദ്, അങ്ങനെയുള്ള ആഗ്ര, ഫിറോസാബാദ്, മഥുര ആൻഡ് ഭരത്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കൂടെ കവർ ചെയ്തൊരു പ്രൊജക്റ്റ് ഇവിടെ പ്ലാൻ ചെയ്തു. അണ്ടർ ദിസ് പ്ലാൻ മോർ ദാൻ 2000 polluting industries lying inside the trapezium would switch over to the use of natural gas or liquefied petroleum gas instead of coal or oil. പല ഇതിനകത്ത് നാച്ചുറൽ ഗ്യാസും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസും ഒക്കെ ഇൻസ്റ്റീഡ് ഓഫ് കോൾ ഓർ ഓയിലിന് വരാക്കി. A new natural gas pipeline would bring more than 500,000 cubic meter of natural gas a day to the area. Project എന്ന് പറയുന്നതേ ഉള്ളൂ കേട്ടോ. People living in the city will also be encouraged to use liquefied petroleum gas in place of coal, kerosene or firewood. Vehicle plying on highways in the vicinity of Taj would be encouraged to use low sulfur content diesel. അവിടെ എല്ലാ ഉപയോഗിക്കുന്ന കെമിക്കൽസും ഓട്ടോമൊബൈലിനകത്തും വീടുകളിൽ ഉപയോഗിക്കുന്ന എല്ലാം പൊല്യൂഷൻ ഇല്ലാത്ത, അതായത് ഇങ്ങനത്തെ ഗ്യാസുകൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത തരത്തിലുള്ള ഫ്യൂവൽസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി അവരൊരു പ്രൊജക്റ്റ് അവിടെ തയ്യാറാക്കി ഇരിക്കുകയാണ്. ഇനി അടുത്ത പൊല്യൂട്ടൻസ് ആണ് particulate pollutants. particulate pollutants എന്ന് പറഞ്ഞാൽ are the minute solid particle or liquid droplets in air. These are present in vehicle emission. അതായത് വായുവിൽ പറക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? These are present in vehicle emission, smoke particle from fires, dust particle and ash from industries. Particulates in the atmosphere may be viable or non-viable. The viable particulates എന്ന് പറഞ്ഞാൽ viable ബാക്ടീരിയ, ഫംഗി, മോൾസ്, ആൽഗ അങ്ങനെയുള്ളതാണ് particulate pollutants എന്ന് പറയുന്നത്. are minute living organisms that are dispersed in the atmosphere. Human beings are allergic to some of the fungi found in air. They can also cause plant disease. അതായത് നമുക്ക് പലതരത്തിലുള്ള particulate pollutants, ഇപ്പം വയബിളും നോൺ വയബിളും ഉണ്ട്. വയബിൾ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയ, ഫംഗി അതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഇതെല്ലാം നമ്മുടെ വായുവിൽ പരക്കുന്ന പൊല്യൂട്ടൻസ് ആണ് particulate pollutants. നോൺ വയബിൾ particulates, നോൺ വയബിൾ സ്മോക്ക് particulate, solid or mixture of solid and liquid particles formed during combustion of organic matter. സിഗരറ്റ്, സ്മോക്ക്, അതാണ് പൊതുസ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സിഗരറ്റ് ഒക്കെ വലിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. അതിനവിടെ എന്താണ് കാർബൺ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച ഇതാണ്, നമുക്ക് ഹാനികരമാണ്. ഡസ്റ്റ്, ഫൈൻ സോളിഡ് പാർട്ടിക്കിൾ ഓവർ 1 million in diameter produced during crushing, മൈക്രോമില്യൺ അല്ലേ. സോളിഡ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള പലത് വരുന്നു. അതുപോലെ തന്നെ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ particles of spray liquids and by condensation of vapors in air, fumes, condensation of vapors during sublimation, distillation. Non viable particulates in example ആണ് smoke particle, dust, mist, fume, മൂടൽമഞ്ഞൊക്കെ അത് നോൺ വയബിൾ particulates ആണ്. അപ്പോൾ നമ്മൾ particulates രണ്ട് ടൈപ്പ്, വയബിൾ ആൻഡ് നോൺ വയബിൾ. വയബിൾ particles that contain one or more living organisms. Non-viable particulate that do not contain living organisms. Okay, viable particles consist of living organisms. Non-viable, non-living organisms. 0.2 to 3 microns. അതുപോലെ തന്നെ ആണ് അതിൻ്റെ വയബിൾ പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.2 to 0.3 മൈക്രോൺസ്. എന്നാൽ നോൺ വയബിൾ 0.5 to 5 മൈക്രോൺസ് വരെയാണ്. Monitored by settled plants or air sample, monitored using a particle counter ആണ് നോൺ വയബിൾ. ഓക്കെ, എന്നിട്ട് ഇതാണ് വയബിളും നോൺ വയബിളും എന്താണെന്ന് ഓർത്തിരുന്നാൽ മതി. വയബിൾ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്, നോൺ വയബിൾ നോൺ ലിവിങ് ഓർഗാനിസംസ്. The effect of particulate pollutants are largely depends on the particle size, micron. Airborne particles such as dust പൊടി, fumes, mist are dangerous for human health. Particulate pollutants bigger than 5 microns
are likely to lodge in the nasal passage. നമ്മുടെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നതാണ് particulate pollutants bigger than 5 microns. Whereas particulate above 10 micron enter into lungs easily. About 10 micron enters into the lungs easily. അതായത് നമ്മുടെ ശ്വാസകോശത്തിലോട്ട് കടക്കുന്ന പൊല്യൂട്ടൻസ് ഉണ്ട്, അതെല്ലാം അതിൻ്റെ സൈസിനെ ആശ്രയിച്ചിരിക്കുന്നു. Lead used to be major air pollutant emitted by vehicles. Lead വളരെ പോയിസൺ ആയിട്ടുള്ളൊരു കാര്യമാണ് lead. Lead petrol used to the primary source of airborne lead emission in India city. This problem has now been overcome by using unleaded petrol in most of the cities in India. പണ്ടൊക്കെ ലെഡ് പെട്രോൾ ഉപയോഗിക്കുന്നു, ഇപ്പോൾ അത് അൺലെഡഡ് പെട്രോൾ ഉപയോഗിക്കുന്ന മൂലം ആ ലെഡിൻ്റെ പ്രോബ്ലം കുറയ്ക്കാൻ സാധിച്ചു. Lead interferes with the development and maturation of red blood cells. ലെഡ് നമ്മുടെ മനുഷ്യത്തിന് വളരെ ഹാനികരമാണ്. ഓക്കെ, നമ്മൾ എന്നാലും ഇപ്പം നമ്മുടെ പൊല്യൂട്ടൻസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം പഠിച്ചത്. അടുത്ത സ്മോഗ്. സ്മോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്മോക്ക് എന്ന് കേട്ടിട്ടുണ്ടല്ലേ? സ്മോക്ക് എന്നാണ്? പുക, കറുത്ത പുക. എന്താ സ്മോക്ക്? കാർബൺ സോളിഡ് പാർട്ടിക്കിൾ നമ്മുടെ എയറിൽ പരക്കുന്നതിനെയാണ് സ്മോക്ക് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്മോഗ് എന്ന് പറഞ്ഞൊരു പുതിയ ടേം, സ്മോഗ്, SMOG. സ്മോഗ് എന്ന് പറയുന്നത് സ്മോക്കിൽ നിന്നും ഫോഗിൽ നിന്നും കൂടെ കൂടിച്ചേർത്തതാണ് സ്മോഗ്. സ്മോക്ക് SMOKE, സ്മോക്ക് കറുത്ത പുക, ഫോഗ് മഞ്ഞ് അല്ലേ, മൂടിൽ മഞ്ഞ് പോലെ, FOG. ഈ സ്മോക്കിന്റെ SMO ഇവിടുത്തെ ഫോഗിന്റെ ജിയും കൂടെ എടുത്തപ്പോൾ സ്മോഗ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സ്മോക്കും ഫോഗും കൂടെ. ദിസ് ഈസ് എ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് എയർ പൊല്യൂഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ മെനി സിറ്റീസ്. സ്മോഗ് കാരണം സിറ്റീസിലൊക്കെ ധാരാളം പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, അതാണ് സ്മോഗ്. സ്മോഗ് എവിടെ നിന്നാണ് എടുത്തത്? The word smog is derived from smoke and fog. സ്മോഗിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, ക്ലാസിക്കൽ സ്മോഗ് ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. എന്തൊക്കെയാണ് ഈ ക്ലാസിക്കൽ സ്മോഗും ഫോട്ടോകെമിക്കൽ സ്മോഗും നമുക്ക് നോക്കാം. ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ടിപ്പിക്കൽ ഫോം ഓഫ് സ്മോഗ് ഫൗണ്ട് ഇൻ ഏരിയാസ് which have a humid climate. It is a mixture of smoke, fog and sulfur dioxide. This അന്നേരം നമുക്ക് ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് സ്മോക്ക്, ഫോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. This smog acts as a reducing agent in atmospheric pollution and hence it is also known as reducing smog. ഇതിനെ ഇവിടെ പ്രത്യേക കാര്യം ഓർക്കണം, റെഡ്യൂസിങ് സ്മോഗ് എന്നറിയപ്പെടുന്നു. ഈ ക്ലാസിക്കൽ സ്മോഗ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, റെഡ്യൂസിങ് ഏജന്റ്. വാട്ട് ഈസ് റെഡ്യൂസിങ് ഏജന്റ്? ഇലക്ട്രോണെ കൊടുക്കുന്നയാളെയാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത് അല്ലേ. നേരം സ്മോഗ് ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിങ് സ്മോഗ്. നമുക്ക് ക്ലാസിക്കൽ സ്മോഗിന്റെ SO2 + O2 gives SO3, SO3 + H2O gives H2SO4. നേരം ക്ലാസിക്കൽ സ്മോഗ് ഇസ് എ മിക്സ്ചർ ഓഫ് സ്മോക്ക്, ഫോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. സ്മോക്ക്, ഫോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. അടുത്ത സ്മോഗാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് വളരെ തിരക്കുള്ള സിറ്റിയിലൊക്കെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്, അതായത് മോഡേൺ ആണ് photochemical smog. Photochemical smog occurs where sunlight act on vehicle pollutants. സൺലൈറ്റ്, സൂര്യപ്രകാശം വെഹിക്കിൾ പൊല്യൂട്ടൻസ് ആൻഡ് ഈ വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്ന പൊല്യൂട്ടൻസിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴാണ് നമ്മുടെ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉടലെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ NO2 സൺലൈറ്റും കൂടെ കൂടി ചേരുമ്പോൾ NO + O ആകുന്നു. O2 + O ഗീവ്സ് O3. NO + O3, അതായത് ഇവിടെ നമുക്ക് ഉടലെടുത്ത NO നൈട്രജൻ ഓക്സൈഡ് ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇവിടെ ഉടലെടുക്കുകയാണ്. NO + ഓസോൺ gives NO2 + O2. NO2 + R gives products such as pan. NO + RO, NO2 + other product. ഇതെല്ലാം ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്നു. ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഫോർമേഷൻ ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ് നമുക്കറിയാം. NO2 NO + ഓക്സിജൻ ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. ഫോട്ടോകെമിക്കൽ സ്മോഗ് occurs in warm, dry and sunny climate. ഓർത്തിരിക്കുക, ഫോട്ടോകെമിക്കൽ സ്മോഗിന് ഒരു പ്രത്യേകതയുണ്ട്. അത് വാം, ചൂടുള്ള സമയത്ത്, അതായത് സൺലൈറ്റിന്റെ ആവശ്യമുണ്ടല്ലോ, വാം, ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റിലാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാകുന്നത്. ദ മെയിൻ കമ്പോണൻസ് ഓഫ് ദ ഫോട്ടോകെമിക്കൽ സ്മോഗ് റിസൾട്ട് ഫ്രം ദ ആക്ഷൻ ഓഫ് സൺലൈറ്റ് ഓൺ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. The main components of the photochemical smoke result from the action of sunlight on unsaturated hydrocarbon and nitrogen oxide produced by automobile and factories.
Photochemical smoke has high concentration of oxidizing agent and is therefore called oxidizing smoke. ഇവിടെ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്സിഡൈസിങ് ഏജന്റ് എന്താ? ഇലക്ട്രോണിക്സ് സ്വീകരിക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. മറ്റേ ക്ലാസിക്കൽ സ്മോഗ് എന്താണ്? റെഡ്യൂസിങ് ഏജന്റ്. നമുക്കിവിടെ കാണാം ഇതിന്റെ റിയാക്ഷൻ. NO2 പ്ലസ് അൾട്രാവയലറ്റ്. NO2വിനകത്തോട്ട് സൂര്യപ്രകാശം വന്ന റേഡിയേഷൻ സൺറൈസ് അൾട്രാവയലറ്റ് വരുമ്പോൾ അവിടെ ഫോട്ടോളിസിസ് നടന്ന NO പ്ലസ് O ആകുന്നു. O plus O2 gives O3. Ozone so formed oxidize NO2 plus O2. NO plus O3, NO2 plus O2. അതായത് ഓസോൺ ഡീകമ്പോസ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ ഹൈഡ്രോകാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് RCO3 അതായത് ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് ഇവിടെ നടക്കുന്നു. ഓക്കെ, ഇവിടെ പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി പൊല്യൂട്ടൻസ്. പ്രൈമറി പൊല്യൂട്ടൻസ് ആണ് NO, NO2. ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഇവിടെ നമുക്ക് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ് O3, പാൻസ്. പാൻ എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മീഥേൻ പ്ലസ് ഓസോൺ ഗീവ്സ് ഫോർമാൽഡിഹൈഡ്. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നു? പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, അക്രോലിൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് നമുക്കിവിടെ ഫോം ചെയ്യുന്നത്. ഫോട്ടോകെമിക്കൽ സ്മോഗ് നല്ല ചൂടുള്ള ഇതിലാണ് അന്തരീക്ഷത്തിൽ സിറ്റീസിലൊക്കെ ഉണ്ടാകുന്നത്. കൂടുതലായിട്ട് ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈ ഏറ്റവും തിരക്കുള്ള സിറ്റിയാണ് കാലിഫോർണിയ ആയിരിക്കും അല്ലെ, അമേരിക്കയിൽ. അവിടെയൊക്കെ ഫോട്ടോകെമിക്കൽ സ്മോഗ് കാണപ്പെടുന്നുണ്ട്. ഇവിടെ എഫക്റ്റ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ് കാരണം പലതരത്തിലുള്ള മനുഷ്യ ശരീരത്തിന് ദൂഷ്യഫലങ്ങളുണ്ട്. കോമൺ കാരണം ഇതെന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഇലക്ട്രോണെ വലിച്ചെടുക്കുന്ന ആളാണ്. ദ കോമൺ കമ്പോണൻസ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോഗ് ആർ ഓസോൺ, നൈട്രിക് ഓക്സൈഡ്, acrolein, formaldehyde and peroxyacetyl nitrile. Photochemical smoke cause serious health problem. ഈ പാൻ എന്ന് പറയുന്നത് PAN എന്ന് പറഞ്ഞാൽ പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ആണ്. പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ് ഇതെല്ലാം എന്താണ്? ഫോട്ടോകെമിക്കൽ സ്മോഗിന്റെ കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിന്റെ കമ്പോണൻസ്? പെറോക്സി അസറ്റൈൽ നൈട്രേറ്റ്, ഫോർമാൽഡിഹൈഡ്, അക്രോലിൻ, നൈട്രിക് ആസിഡ്, ഓസോൺ. ഇതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഒക്കെ സീരിയസ് ഹെൽത്ത് പ്രോബ്ലം. ഇതെല്ലാം കാരണം നമുക്ക് സീരിയസ് ആയിട്ട് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുന്നു. ബോത്ത് ഓസോൺ ആൻഡ് പാൻ ആക്ട് ആസ് പവർഫുൾ ഐ ഇറിറ്റന്റ്. നമുക്ക് കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വരുന്നു. അതായത് കണ്ണിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ വരുക. ഓസോൺ ആൻഡ് നൈട്രിക് ഓക്സൈഡ് ഇറിറ്റേറ്റ് ദ നോസ് ആൻഡ് ത്രോട്ട് ആൻഡ് ദർ ഹൈ കോൺസെൻട്രേഷൻ കോസസ് ഹെഡേക്ക്, ചെസ്റ്റ് പെയിൻ, ഡ്രൈനെസ് ഓഫ് ദ ത്രോട്ട്, കഫ് ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീതിങ്. പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഈ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉള്ള സ്ഥലത്ത് നിന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് ഇതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങളാണ്. നമ്മുടെ ലങ്സിലോട്ടൊക്കെ ഇത് ഇവിടെ എന്തൊക്കെയാണ് എഫക്റ്റ് ഓൺ ഹെൽത്ത്? ഹെഡേക്ക് ഉണ്ടാകുന്നു, ബേണിങ് ഐസ്, ത്രോട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ആസ്മ, ചെസ്റ്റ് പെയിൻ, പൾമിനറി ഇൻഫ്ലമേഷൻ, ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക്, ഇതെല്ലാം കാരണമാകുന്നു ഫോട്ടോകെമിക്കൽ സ്മോഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് കുറയ്ക്കണ്ടേ? ഇത് ഫോട്ടോകെമിക്കൽ സ്മോഗൊക്കെ നമുക്ക് മോഡേൺ ലൈഫ് ജീവിക്കുകയും ചെയ്യണം. കാരണം നമുക്ക് ആവശ്യമാണ്, നമ്മൾ ലോകത്തിൻ്റെ കൂടെ ജീവിക്കണം. അതായത് എല്ലാം ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് എടുക്കുകയും വേണം. അതിന് വേണ്ടി എന്നാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഹൗ ക്യാൻ ഫോട്ടോകെമിക്കൽ സ്മോഗ് ബി കൺട്രോൾഡ്? മെനി ടെക്നിക്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ഓർ റെഡ്യൂസ് ദ ഫോർമേഷൻ ഓഫ് photochemical smoke. If we control the primary of photochemical smoke such as NO2 and hydrocarbons, NO2 hydrocarbons ഒക്കെ കൺട്രോൾ ചെയ്യണം. The secondary percussors such as ozone and pan, അതായത് പ്രൈമറി സെക്കൻഡറി ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോകെമിക്കൽ സ്മോക്കിന്റെ കമ്പോണൻസ് ഒക്കെ കുറയ്ക്കണം. The photochemical smoke will automatically be reduced. Usually catalytic converter are used in automobiles. ഈ ഓട്ടോമൊബൈൽസിനകത്ത് കാറ്റലിറ്റിക് കൺവേർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വെഹിക്കിൾസിൽ നിന്ന് പുറപ്പെടുന്ന ഈ മാലിന്യങ്ങളെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. മാലിന്യങ്ങൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാറ്റലിറ്റിക് കൺവേർട്ടർ എല്ലാ വാഹനങ്ങളിലും പിടിപ്പിക്കുക. അതെന്താണ്? ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്ന മാലിന്യങ്ങളെ അത് റെഡ്യൂസ് ചെയ്യുന്നു. Usually catalytic converters are used in automobiles which prevent the release of nitrogen oxide and hydrocarbon to the atmosphere. അതായത് നൈട്രജൻ ഓക്സൈഡിനെയും ഹൈഡ്രോകാർബണിനെയും അന്തരീക്ഷത്തിലേക്ക് വിടുന്നത് തടയുന്നു. Certain plants, example pinus, ഇത് പൈനസ് ട്രീക്ക് ഇതാണ്, പൈനസ് ട്രീ ആണ്. അങ്ങനെയുള്ള ട്രീസ് ഒക്കെ മെറ്റബോളിസിസ് നൈട്രജൻ ഓക്സൈഡ് ആൻഡ് therefore
ദിസ് പ്ലാന്റേഷൻ കുഡ് ഹെൽപ്പ് ഇൻ ദിസ് മാറ്റർ. അതായത് പൈൻ, അതുപോലെ ജൂനിപ്പറസ്, അങ്ങനെ പൈറസ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ചെടികൾ, ആ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ they can metabolize nitrogen oxide and therefore their plantation could help in the to reduce the photochemical smog. സഹായിക്കുന്നു. അന്നേരം നമ്മളിവിടെ വാഹനങ്ങൾക്കൊക്കെ കാറ്റലിറ്റിക് കൺവേർട്ടർ വെക്കുക, അതുപോലെ തന്നെ പൈൻ ട്രീസ് പോലുള്ള പലതരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ഫോട്ടോകെമിക്കൽ സ്മോഗ് റെഡ്യൂസ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ കണ്ടത് സ്മോഗിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് ബോർഡ് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ സ്മോഗും ഫോട്ടോകെമിക്കൽ സ്മോഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മളത് ബൈഹാർട്ട് ആക്കിയിരിക്കണം. സ്മോഗ് ഈസ് 2 types depending upon the composition or methods of its formation or the place formation. നമുക്ക് നോക്കാം ക്ലാസിക്കൽ സ്മോഗ്. ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ is formed due to high concentration of SO2, sulfur dioxide and particulate matter produced from the fuel combustion. ഫ്യൂവൽ കമ്പഷൻ മൂലം സൾഫർ ഡയോക്സൈഡിന്റെ ആധിക്യം കാരണമാണ് ക്ലാസിക്കൽ സ്മോഗ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഫോട്ടോകെമിക്കൽ സ്മോഗ് is formed due to the action of sunlight on nitrogen oxide. ഓർത്തിരിക്കുക, സൺലൈറ്റ് ഓൺ നൈട്രജൻ ഓക്സൈഡ്. അതുകൊണ്ടാണ് വാം ക്ലൈമറ്റിലാണ് ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ഹൈഡ്രോകാർബൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഫാക്ടറീസ് ഓർ ഓട്ടോമൊബൈൽസ്. ഇനി ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് ഇൻ നേച്ചർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, റെഡ്യൂസിങ് ഇൻ നേച്ചർ. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഈസ് ഓക്സിഡൈസിങ് ഇൻ നേച്ചർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റെഡ്യൂസിങ് ഇൻ നേച്ചർ, ഓക്സിഡൈസിങ് ഇൻ നേച്ചർ ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗ്. ഇറ്റ് occurs in cool ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ് ക്ലാസിക്കൽ സ്മോഗ്. തണുപ്പുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ ഫോട്ടോകെമിക്കൽ സ്മോഗ് occurs in warm, dry and sunny climate. ഓക്കെ, അത് ഓർത്തിരിക്കുക. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യത്യാസമാണ്. ഇനി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്ലാസിക്കൽ സ്മോഗ് ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോഗ് പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ സ്മോഗ് ഇസ് എ മിക്സ്ചർ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് കോൾ സ്മോക്ക് വിത്ത് ഫോഗ്. ഫോട്ടോകെമിക്കൽ സ്മോഗ് ഇസ് എ precipitate in the reaction of nitrogen oxide and other chemical compound in sunlight. Okay, photochemical smoke is sometimes called the oxidizing smog as it contains high concentration of oxidizing agents like ozone, HNO3 ഇതെല്ലാം വലിച്ചെടുക്കുന്നു അല്ലേ ഇലക്ട്രോൺ. Whereas classical smoke is called reducing as it contains high concentration of sulfur dioxide which is a reducing agent. സൾഫർ ഡയോക്സൈഡ് റെഡ്യൂസിങ് ഏജന്റ്. അതുകൊണ്ടാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അതിന് ക്ലാസിക്കൽ സ്മോഗിനെ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ടുള്ള ഓസോൺ, നൈട്രിക് ആസിഡ് ഒക്കെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടാണ് ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് ഫോട്ടോകെമിക്കൽ സ്മോഗിനെ വിളിക്കുന്നത്. നമുക്കിവിടെ ക്ലാസിക്കൽ സ്മോഗിന് വേറൊരു പേര് പറയുന്നുണ്ട്, ലണ്ടൻ സ്മോഗ്. ലണ്ടൻ പട്ടണത്തിൽ കണ്ടുകൊണ്ടാണ് അത് ലണ്ടൻ സ്മോഗ്. ഇവിടെ കോൾ സ്മോക്ക് എന്ന് പറയും SO2. അതുപോലെ അതിൻ്റെ കെമിസ്ട്രി SO2 + O2 gives SO3, SO3 + H2O gives H2SO4. ഇനി ലോസ് ആഞ്ചലസ് സ്മോഗ് എന്നാണ് ഫോട്ടോകെമിക്കൽ സ്മോഗിനെ പറയുന്നത്. അത് കാരണം എന്തായിരിക്കും, ലോസ് ആഞ്ചലസിലാണ് അത് കൂടുതലായിട്ട് കണ്ടത്. ഇവിടെ നമുക്ക് പറയാം ലോസ് ആഞ്ചലസ് സ്മോഗ് ഓട്ടോ എക്സാസ്റ്റ് സൺലൈറ്റ്, NO + ROG + സൺലൈറ്റ്, O3 + NO2 + പാൻ, അതായത് പെറോക്സി അസിറ്റൈൽ നൈട്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് രണ്ടും തമ്മിൽ വ്യത്യാസം പറയാവുന്നത്. അന്നേരം ബോർഡ് എക്സാമിന് വരുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, വാട്ട് ഈസ് സ്മോഗ്? ഹൗ ഈസ് ക്ലാസിക്കൽ സ്മോഗ് ഡിഫറെൻറ്റ് ഫ്രം ഫോട്ടോകെമിക്കൽ സ്മോഗ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? സ്മോഗ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് സ്മോഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്ക് ആൻഡ് ഫോഗ്, സ്മോഗ് എന്നുള്ള ഇത് പദം വന്ന് സ്മോക്ക് + ഫോഗ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സ്മോഗ്. ക്ലാസിക്കൽ സ്മോഗ് occurs in cool and humid climate. Major constituents of chemical smog are smoke, fog and SO2. Chemically it is a reducing mixture and hence it is called a reducing smog. Photochemical smog occurs in warm, dry and sunny climate. Major constituents are unsaturated hydrocarbons and nitrogen oxide. അതുപോലെ ഫോട്ടോകെമിക്കൽ സ്മോഗ് ഹാസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസിങ് ഏജന്റ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഓക്സിഡൈസിങ് സ്മോഗ്. ഇതിൽ ഓർത്തിരിക്കുക, റെഡ്യൂസിങ് സ്മോഗ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്മോഗിനെയാണ്, ഓക്സിഡൈസിങ് സ്മോഗ് എന്ന് പറയുന്നത് ഫോട്ടോകെമിക്കൽ സ്മോഗിനെയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പല കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾ ഇൻസ്റ്റാറ്റി ടെക്സ്റ്റ് നല്ലപോലെ വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.